നമസ്കാരം. സർക്കാരിനുള്ളിൽ തന്നെ ഒരു മന്ത്രി മുഖ്യമന്ത്രിയുടെ നേരെ തുറന്ന നിലപാടെടുക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പറഞ്ഞു വരുന്നത് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചാണ്. KSRTC നഷ്ടത്തിലാകാൻ ചില പരസ്യ നിലപാടുകൾ കാരണമായെന്ന് നിയമസഭയിൽ വെച്ച് ഗണേഷ് കുമാർ തുറന്നു പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ വഷളായത്. പ്രൈവറ്റ് ബസ്സുമായി KSRTC മത്സരിക്കുമായിരുന്നു. ഈ അനാവശ്യ മത്സരം വേണ്ടെന്നുള്ളത് താൻ സ്വീകരിച്ച നയമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മുമ്പ് പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ കയറി ഓടുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സുരക്ഷയാണ് പ്രധാനമെന്നും ഡ്രൈവർമാർക്ക് ജീവൻ പണയം വെച്ച് മത്സരിക്കേണ്ട കാര്യമില്ലെന്നും ഗണേഷ് കുമാർ വിശദീകരിച്ചു. പ്രൈവറ്റ് ബസ്സുകൾ ബിസിനസ് നടത്തുന്നവരാണെന്നും അവർ നികുതി അടയ്ക്കുന്നവരാണെന്നും അവർ അവരുടെ വഴി പോകട്ടെ എന്ന സമീപനമാണ് താൻ എടുത്തതെന്നും ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടു. പ്രൈവറ്റ് ബസ് ഓടുന്ന സ്ഥലങ്ങളിൽ KSRTC ഓടാതിരിക്കുക എന്നത് ഗണേഷ് കുമാർ പറയുന്ന പോലെ നല്ല ഒരു നയമായി തോന്നുന്നില്ല എന്നും അങ്ങനെ വന്നാൽ സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കടുപ്പത്തോടെ പ്രതികരിച്ചു. കേരളത്തിൽ അനവധി ഇടങ്ങളിൽ പ്രൈവറ്റ് ബസ്സുകളും KSRTCയും ഒരുമിച്ച് സർവീസ് നടത്തുന്നുണ്ടെന്നും അവിടെയെല്ലാം നിന്ന് KSRTCക്ക് പിന്മാറാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടെ ആ സഭയിൽ തന്നെ ഗണേഷ് തുറന്ന മറുപടി പറഞ്ഞു. താൻ പറഞ്ഞത് മാറിക്കൊടുക്കണമെന്നല്ല, അനാവശ്യ മത്സരമില്ല എന്നാണ്. ബാംഗ്ലൂരു പോലുള്ള റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സുകളെ കൂടുതൽ വരുമാനം KSRTC നേടുന്നുണ്ടെന്നും ഗണേഷ് മറുപടി നൽകി. എങ്കിലും മുഖ്യമന്ത്രിയുടെ മൗനം ഗണേഷിന്റെ വിശദീകരണം അംഗീകരിക്കപ്പെട്ടില്ല എന്ന സന്ദേശമായിരുന്നു. ഇതിന് പിന്നാലെ ധനവകുപ്പിനെതിരെയും ഗണേഷ് പരസ്യമായി വിമർശിച്ചു. KSRTCക്ക് പുതിയ ബസ്സുകൾ വേണം. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും പണം അനുവദിക്കാത്തതിനാൽ അവ എത്തുന്നില്ല. വരുമാനം കൂടുന്നുണ്ടെങ്കിലും വികസനത്തിന് സർക്കാർ സഹായം അനിവാര്യമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നീരസം കൂടുതൽ രൂക്ഷമാക്കി. ഇതിനു പുറമെ വൈറ്റില മേൽപ്പാലം പൊളിക്കണമെന്ന ഗണേഷിന്റെ പ്രസ്താവന കൂടി വന്നതോടെ സർക്കാരിനുള്ളിലെ അസ്വസ്ഥത പരസ്യമായി. പാലം അശാസ്ത്രീയമായി പണിതതാണ്, തൂണുകൾ തെറ്റായെടുത്താണ്, താഴെയുള്ള ട്രാഫിക് കണക്കിലെടുത്തില്ല, അതിനാലാണ് കുരുക്കെന്ന ഗണേഷിന്റെ വാദം മുൻ മന്ത്രിമാരടക്കം തള്ളിയപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇടപെടാതെ വേറെ വഴിയില്ലെന്ന അവസ്ഥയായി. മൊത്തത്തിൽ പറഞ്ഞാൽ ഗണേഷ് കുമാർ ഓരോ വിഷയത്തിലും തുറന്നു സംസാരിക്കുന്ന മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി അത് സർക്കാരിനെ വെട്ടിലാക്കുന്ന നിലപാടുകളായാണ് കാണുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാർ ഇങ്ങനെ സ്വന്തം തീരുമാനത്തിൽ പോകുന്നത് അനുവദിക്കാനാവില്ലെന്ന തീരുമാനത്തിലാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് നിയമസഭയിൽ വെച്ച് തന്നെ ഗണേഷിനെ പരസ്യമായി നിയന്ത്രിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നയചർച്ചയല്ല, മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും തമ്മിലുള്ള അധികാരപരിധി എവിടെയാണ് അവസാനിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള തുറന്ന പോരാട്ടമാണ്. അതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എല്ലാവരും കേൾക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.